وعن ابن مسعود رضي الله عنه قال عن النبي صلى الله عليه وسلم من قرأ بالآيتين من آخر سورة البقرة في ليلة كفتاه رواه البخاري ومسلم. അബൂ മസ്ഊദ് റളിയല്ലാഹു അൻഹു എന്ന നിവേദനം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മൻ ഖറഅ ബിൽ ആയതൈനി, ഒരാൾ രണ്ട് ആയത്ത് ഓതിയാൽ, ഏതാണ് ആയത്ത്? മിൻ ആഖിരി സൂറത്തിൽ ബഖറത്തി, അൽ ബഖറ സൂറത്തിന്റെ അവസാനത്തെ രണ്ട് ആയത്ത് ഒരാൾ ഓതിയാൽ, ഫീ ലൈലത്തിൻ, ഒരു രാത്രിയിൽ, അവനിക്ക് അത് മതിയാവും. ഇതാണ് ആയത്തുൽ കുർസിയുടെ, അതായത് ആമന റസൂൽ എന്നുള്ള അമർ റസൂൽ മുതൽ അവസാനം വരെയുള്ള സൂറത്തുൽ ബഖറയുടെ അവസാനത്തെ രണ്ട് ആയത്ത് ഓതിയാലുള്ള മഹത്വങ്ങളാണ്. 30ഓളം മഹത്വങ്ങൾ ഓതിയാറുണ്ട്. എന്നിട്ട് അതിനെ പറ്റി വിവരിക്കുകയാണ്. പറയപ്പെട്ടു, ആ രാത്രിയിൽ അവനിക്ക് എന്തെങ്കിലും ഉറക്കപ്പെട്ടതായ സംഭവങ്ങൾ ഉണ്ടാകുന്ന തൊട്ട് സുരക്ഷയാണ്, അതിന് അത് മതി. പറയപ്പെടുന്നു, രാത്രി മുഴുവനും നിസ്കരിച്ചതായ പ്രതിഫലം അവനിക്ക് ലഭിക്കുന്നു. ഭയങ്കര കൂലിയാണ്. നമ്മൾ ആയത്തുൽ കുർസിയുടെ മഹത്വം പറഞ്ഞു, അതുപോലെ തന്നെ ലൗഅൻസൽനാ പറഞ്ഞു, ലഖദ്നാകും എന്നുള്ളതിനൊക്കെ അവിടെ വിവരിക്കുകയുണ്ടായി. ചില അധ്യായങ്ങളുണ്ടോ, ചില ചെറിയ സൂറത്തുകളൊക്കെ പറഞ്ഞു. ഇപ്പൊ നമ്മൾ പറയുന്നതാണ് ആമന റസൂൽ, വിശുദ്ധമായ ഖുർആനിലെ 2-ാമത്തെ അധ്യായം അൽ ബഖറയുടെ അവസാനത്തെ രണ്ട് ആയത്ത് ഓതിയാൽ അധികം ആൾക്കും അത് പതിവുണ്ടാവും. നമ്മൾ അദ്ദാദ് ഓതുമ്പോൾ എന്താണ് അത് ചെല്ലാറുണ്ട്, ആമന റസൂൽ ഓതാൻ. ഈ ആമന റസൂൽ ഓതിയാൽ എന്താണ്? ഒരാൾ രാത്രിയിൽ ഓതിയിട്ടുണ്ടെങ്കിൽ അവനിക്ക് രാത്രി മുഴുവനും ഖിയാമുൽ ലൈലിന്റെ പ്രതിഫലമാണ്. കഫതാഹു എന്ന് പറഞ്ഞാൽ അതിന് മതിയാകുന്ന പറഞ്ഞാൽ ഇനിയും ഒരുപാട് വിശദീകരണം. ഇതിന്റെ വിശദീകരണം പറയുന്നത്, ഇന്നമൻ ഖറഅ ആഖിറ സൂറത്തുൽ ബഖറത്തി മിൻ ഖൗലിഹി തആല ആമന റസൂലു ബിമാ ഉൻസില ഇലൈഹി മിർ റബ്ബിഹി വൽ മുഅ്മിനൂൻ കുല്ലുൻ ആമന ബില്ലാഹി വ മലായികതിഹി വ കുതുബിഹി വ റുസുലിഹി. ഇങ്ങനെ അവസാനം വരെ ഇങ്ങനെ ഒരാൾ ഓതിയാൽ ഫീ കുല്ലി ലൈലത്തിൻ, എല്ലാ രാത്രിയിലും ഓതിയിട്ടുണ്ടെങ്കിൽ കഫതാഹു, അവനിക്ക് മതിയാവും. പറയപ്പെട്ടു, എല്ലാ വെറുക്കപ്പെട്ട കാര്യങ്ങൾ തടയാൻ അത് മതിയാവും. എല്ലാ മനുഷ്യന്മാരുടെ ഷർറിൽ നിന്നും, മനുഷ്യന്മാരുണ്ടാവും എല്ലാവിധ ഷർറുണ്ടാവും, അസൂയ ഉണ്ടാവും, സിഹറുണ്ടാവും, കണ്ണേറുണ്ടാവും. ഇങ്ങനെ മനുഷ്യന്മാരിൽ നിന്നുള്ള മോശപ്പെട്ട വാക്കുകൾ പറഞ്ഞിട്ട് പീഡിപ്പിക്കുന്നവരുണ്ടാവും. എല്ലാത്തിൽ നിന്നും തടയപ്പെടും മനുഷ്യന്മാരുടെ ഷർറ്. രണ്ടാമതായി പറഞ്ഞിരിക്കുന്നത് ജിന്നുകളുടെ ഷർറിൽ നിന്നും കാക്കപ്പെടും. വഖീല പറയപ്പെട്ടു, രാത്രി മുഴുവൻ നിസ്കരിക്കുന്നതിന് തുല്യമായി അത് മതിയാകും. മഗ്‌രിബിന്റെ ഇടയിൽ ഓതുക, അല്ലെങ്കിൽ ഇശാന്റെ ശേഷം ഓതുക, ഉറങ്ങാൻ കിടക്കുമ്പോൾ ഓതുക. ഏതായാലും ഓർമ്മ വേണം. അമർ റസൂൽ അവസാനം വരെ ഓതുക. അത് മതിയാവുന്നതാണ്. അവന്റെ ഒരു മനുഷ്യന്റെ ചെവിയിൽ മൂത്രിക്കുന്നതിനെ തൊട്ട് എന്ത് ചെയ്യും? മതിയാവുന്നതാണ്. വന്നിട്ട് പറയുന്ന ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങൾ വരും. അതിൽ പെട്ടെന്നാണ് ശൈത്താൻ ചെവിയിൽ മൂത്രമൊഴിക്കും. സുബഹിസ്കരിക്കാതെ കിടക്കുന്നവന്റെ എന്താണ്? അവന്റെ ചെവിയിൽ മൂത്രമൊഴിക്കുന്നതാണ്. ഇപ്പത്തെ കാലത്ത് സുബഹിസ്കരിക്കാത്ത പിന്നെ ജീവിതത്തിൽ സുബഹിസ്കരിക്കും. കാരണം 5:26 എന്താണ് നമ്മൾ നിസ്കരിക്കുക ജമാഅത്ത്. ഇതിലൊക്കെ വരാത്തുണ്ടെങ്കിൽ പറയാൻ അവരുടെ കാര്യം പിന്നെ ഒന്നും പറയാനില്ല. അപ്പൊ ഇനി വരും, 5:30 ബാങ്കാവും, പിന്നെന്താ 6 മണിക്കൊക്കെ നിസ്കാരമാകേണ്ട ടൈം വരുന്നുണ്ട്. ഏതായാലും സുബഹിസ്കരിക്കാതെ ഒരാൾ കിടന്നിറങ്ങിയും അവന്റെ ശൈത്താൻ അവന്റെ ചെവിയിൽ മൂത്രമൊഴിക്കുന്ന, മൂത്രമൊഴിക്കൽ മാത്രമല്ല സുബഹിക്കാണെങ്കിൽ ചെയ്യും, മറ്റും ചെയ്യും. അതുകൊണ്ട് അങ്ങനത്തെ ഷർറിൽ നിന്നൊക്കെ കാക്കപ്പെടും. ആയത്തുൽ ആമന റസൂൽ ഓതിയിട്ടുണ്ടെങ്കിൽ
അവന്റെ മൂർധാവിൽ കയറിയിരിക്കൂല. ശൈത്താൻ പല വിധത്തിലുള്ള ഉപദ്രവം ചെയ്യും. അതുകൊണ്ട് എന്ത് ചെയ്യണം? ആ എല്ലാ ദിവസവും ആമന റസൂൽ ഓതിട്ടേ കിടക്കാവൂ. വഖീല പറയപ്പെട്ടു സൂറത്തുൽ കൗഫി വആയത്തുൽ കുർസി വഗൈരിഹിമാ മിനൽ ഔറാദിൽ വാരിദത്തി ഇൻദന്നൗമി. ഉറങ്ങാൻ കിടക്കുമ്പോഴുള്ളതായ ഔറാദുകളൊക്കെ ഉണ്ട്. ഫാത്തിഹ ഓതണം, ആയത്തുൽ കുർസി ഓതണം, ആമന റസൂൽ ഓതണം, പിന്നെ അതുപോലെ തന്നെ സുബ്ഹാനല്ലാഹ് 33, അൽഹംദുലില്ലാഹ് 33, അല്ലാഹു അക്ബർ 33. ഇതൊക്കെ ഓതിക്കെന്താണ്? സർവ്വ മുഅ്മിനീങ്ങൾക്ക് വേണ്ടി ദുആർക്കുക. അല്ലാഹുമ്മ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് എന്ന് പറയാം. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയ്യിൽ അദീം. ഉറങ്ങാൻ കിടക്കുമ്പോൾ ഇപ്പൊ അതൊക്കെ പോയി. കാരണം ഈ മൊബൈൽ ഉണ്ടാകുമ്പോൾ തന്റെ അവസാന നിമിഷം വരെ മൊബൈലിൽ നിന്ന് നോക്കിയിട്ട് ഉറങ്ങി പോകും. ഒരു കൂലി കിട്ടാത്ത കാലം വന്നിട്ട്. അതുകൊണ്ട് എല്ലാവരും വളരെ കെയർഫുൾ ആയിരിക്കണം. പിന്നെ പറയുന്നു ഈമാനെ പുതുക്കാൻ അത് മതിയാകും. ഈമാനെ പുതുക്കുക. ഈമാൻ എന്ന് പറഞ്ഞാൽ അപ്പ് ആൻഡ് ഡൗൺ ആണ്. അത് കയറി കൊതിക്കും, കുറഞ്ഞുകൊണ്ടിരിക്കും. നമ്മുടെ വിശ്വാസപരമായ കാര്യങ്ങളിൽ എന്താകും? എപ്പോഴും നൊബസാനിയത്ത്, ചില ദുർബല നിമിഷങ്ങളിൽ പറ്റ ഡൗൺ ആയി പോകും. അതുപോലെ തന്നെ ചിലപ്പോൾ ഇങ്ങനെ ഉയർന്നു വരും. എന്താണ് അല്ലാഹുവിന്റെ റസൂൽ കഴിഞ്ഞ വെള്ളിയാഴ്ച ദൗത്യത്തിൽ കണ്ടില്ലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹാബികളോട് പറഞ്ഞു, ജദ്ദിദു ഈമാനക്കും, നിങ്ങൾ നിങ്ങളുടെ ഈമാനിനെ പുതുക്കണം എന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞപ്പോൾ സഹാബികൾ ചോദിച്ചു, കൈഫ നുജദ്ദിദു ഈമാനനാ യാ റസൂലല്ലാഹ്, എങ്ങനെയാണ് നിങ്ങൾ ഈമാൻ പുതുക്കേണ്ടത്? അപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ജദ്ദിദു ഈമാനക്കും വനബ്ബിറു ഖുലൂബക്കും വസയ്യിനു അൽസിനതക്കും ബിഖൗലി ലാ ഇലാഹ ഇല്ലല്ലാഹ്. അത് ഈമാൻ പുതുക്കുന്ന, റിന്യൂവൽ ചെയ്യുന്നതാണ്. ഇടയ്ക്കിടയ്ക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലണം. അതുപോലെ തന്നെ ഈ ആമന റസൂൽ ഓതിയിട്ടുണ്ടെങ്കിൽ തജ്ദീദുൽ ഈമാൻ, അത് ഈമാനിനെ പുതുക്കുന്നതാണ്. ഇപ്പൊ എത്ര പറഞ്ഞു? 30ഓളം ശ്രേഷ്ഠണ്ട് ഈ വാക്യമായിട്ട് പഠിക്കും. ഇനി അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഈ ആമന റസൂൽ കിട്ടിയ സാധാരണ എല്ലാ ആയത്തുകളും അധ്യായങ്ങളും ഒക്കെ കിട്ടിയ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നുകൊണ്ട് ഓതി കൊടുത്തത്. അങ്ങനെ കിട്ടിയത്. എന്നാൽ ആമന റസൂൽ കിട്ടിയത് മിഅ്റാജിന്റെ രാത്രിയിൽ അല്ലാഹുവുമായി നേരിട്ട് സംഭാഷണം നടത്തിയപ്പോൾ 3 കാര്യങ്ങൾ കിട്ടിയെന്നാണ്. നമുക്കെല്ലാം കേട്ടു വന്നത്. 1, 5 വക്ത് നിസ്കാരം. രണ്ടാമത്തത് ആമന റസൂൽ എന്നുള്ളത് കിട്ടിയെന്ന്. മൂന്നാമത് കിട്ടിയിരിക്കുന്നത് ചില വാഗ്ദാനങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നബിയുമായ ചില അഹദുകൾ, ചില കരാറുകൾ, ചില ഉടമ്പടികൾ, ഒരുപാട് കാര്യങ്ങളൊക്കെ കൊടുത്ത് ഈ പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ കിട്ടി. അതിൽപ്പെട്ട ഒന്നാണ് ആമന റസൂൽ അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഡയറക്റ്റ് ആയി പറഞ്ഞു കൊടുത്തതാണ്. പിന്നെ ആമന റസൂൽ ഓതിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അതെത്തിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം യഖൂലു ആമീൻ, ആമീൻ പറയും. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാഴ്ത്ത് ആമന റസൂൽ ഓതിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ആമീൻ പറയും. പിന്നെ സഹാബത്തും ആമീൻ പറയും. അതാണ് നമ്മൾ ആമീന്റെ ശ്രേഷ്ഠതയെ പറ്റി കഴിഞ്ഞ ആഴ്ച പറഞ്ഞപ്പോൾ എന്താണ്? ചില അധ്യായങ്ങളൊക്കെ അവസാനിപ്പിക്കുമ്പോൾ ആമീൻ എന്ന് പറയൽ സുന്നത്തുണ്ട്. അതിൽപ്പെട്ടതാണ് അൽ-ബഖറ സൂറത്ത് ഓതിയിട്ടുണ്ടെങ്കിൽ അതിന്റെ അവസാനത്തിൽ ആമീൻ പറയൽ സുന്നത്താണ്. ഖതമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിൽ ആയത്തൈനി അൽ-ബഖറ, അൽ-ബഖറ സൂറത്തിലുള്ളതായ 2 ആയത്തുകളിലൂടെ അവസാനിപ്പിച്ചു കഴിഞ്ഞാൽ എന്ത് പറയും? ആമീൻ പറയും. പിന്നെ പറയാ റസൂൽ പറയാണ്, അല്ലിമൂഹ, അതിനെ നിങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുക, നിങ്ങളെല്ലാവരും അത് മനഃപ്പാഠമാക്കുക. കഴിഞ്ഞില്ല, വഅല്ലിമൂ നിസാഅക്കും, നിങ്ങളുടെ ഭാര്യമാർക്ക് നിങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുക. വഅബ്നാഅക്കും, നിങ്ങൾ പെൺകുട്ടികൾക്കും അബ്നാഅക്കും നിങ്ങളുടെ മക്കൾക്കും പഠിപ്പിച്ചു കൊടുക്കുക. അപ്പം ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഭാര്യമാർക്കും കുടുംബത്തിനും മൊത്തം പഠിപ്പിച്ചു കൊടുക്കണം. നമ്മുടെ മദ്രസയിലൊക്കെ എന്താണ് 3ാം ക്ലാസ്സിലും 4ാം ക്ലാസ്സിലൊക്കെ ഇത് പഠിപ്പിക്കുന്നുണ്ട്, കാണാതെ പഠിപ്പിക്കുന്നുണ്ട്. ഇപ്പൊക്കെ മറന്നുണ്ടാവും. ഉയർന്ന ക്ലാസ്സിൽ അതൊക്കെ മറന്നുപോയിട്ടുണ്ടാവും. അവ ഇത് നിങ്ങൾ പഠിപ്പിക്കണം എന്നാണ് പറഞ്ഞത്. ഇത്രക്കും പ്രധാനപ്പെട്ട
പെട്ടതാണ് ഈ രണ്ടായത്ത്. ഇനി എന്റെ ശ്രേഷ്ഠ വീണ്ടും പറയുന്നു, നിശ്ചയമായി റസൂല് അതെന്താണ്, അതിന്റെ അവസാനം എന്താണത്? പ്രാർത്ഥനയാണ് എന്നാണ്. അങ്ങനെ അർത്ഥമൊക്കെ നാളെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്താണ്? ഏറ്റവും വലിയ പ്രാർത്ഥനയാണ് റസൂലു. ഒരാൾ പതിയമാക്കിയാൽ അത് കാരണത്താൽ അവൻ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കും എന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു. പിന്നെ പറയുന്നു, റഹ്മാനായ പരമകാരുണികനായ റബ്ബിന് വളരെ ഇഷ്ടം, റബ്ബിനെ തൃപ്തിപ്പെടുത്തുന്ന രണ്ട് ആയത്തുകളാണ് ആമന റസൂൽ. അത് രണ്ടും, ഈ രണ്ടായത്തുകൾ ഓതുന്നവരാണ് അല്ലാഹുവിനെ ഏറ്റവും വലിയ മുഹബ്ബത്താണ്, ഏറ്റവും വലിയതായ സ്നേഹമുണ്ടാകും. അല്ലാഹുവിന്റെ അടുക്കൽ ഉന്നതമായ സ്ഥാനവും പദവിയും വലിയ മഹത്വങ്ങളുമാണ് ഈ ഓതുന്നവന് കിട്ടുന്നത്. ഒന്ന് ഖുർആൻ എന്താണ്? ഒരു ദിക്റാണ്, ദിക്റിന്റെ മഹത്വത്തിൽ പെട്ടതാണ്. അതുപോലെ തന്നെ ദുആവും പ്രാർത്ഥനയുമാണ്. ആയത്തൈനി രണ്ട് ആയത്തുമാണ്, ഖുർആനാണ്, ദിക്റാണ്, അതോടൊപ്പം തന്നെ പ്രാർത്ഥനയുമാണ് മുഹമ്മദ് റസൂൽ. പിന്നെ പറയുന്നു, എല്ലാ ദിവസവും ഇത് പതിവാക്കണം. മഗ്‌രിബിന്റെ ഇടയിൽ അല്ലെങ്കിൽ ഇശാന്റെ ശേഷവും അല്ലെ ഉറങ്ങാൻ കിടക്കുമ്പോഴൊക്കെ ഒരാൾ ഇത് പതിവാക്കിയാൽ അവനിക്ക് അത് മദീന. ബുഖാരി റിപ്പോർട്ട് ഹദീസാണ്. കഫത്താവു എന്ന് പറഞ്ഞാൽ അവൻ കോനകറ്റം മതി. നമ്മളൊക്കെ പറയില്ല, ഒരാൾക്ക് വലിയ ഒരു തോട്ടം ഉണ്ടെങ്കിൽ എന്ന് പറയും, അവന് കോനകറ്റം മതി അവന്റെ ജീവിതം കഴിയാൻ. ചിലപ്പോ ചില ബിൽഡിങ്ങുകളോ വലിയ കച്ചവടമൊക്കെ ഉണ്ടായാൽ പറയും കഫത്താവു എന്ന് പറഞ്ഞാൽ അർത്ഥം സൂചിപ്പിക്കുന്നതായ അവനിക്ക് അത് മതി എന്നതുപോലെ ആമറസും ഓതിയാൽ അവനിക്ക് ദുനിയാവും ആഖിറവും കിട്ടാൻ അത് മതി എന്നാണ് ഇതിന്റെ അർത്ഥം. നേരത്തെ കുറെ കാര്യങ്ങൾ പറഞ്ഞേ, രാത്രി മുഴുവൻ നിസ്കരിച്ചതായ പ്രതിഫലമാണ്. അതുകൊണ്ട് എന്താക്കണം? നിങ്ങളെല്ലാവരും പതിവാക്കണം. സുഇല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയത്തുൽ ഖുർആൻ. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു, നബിയെ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആയത്തുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചപ്പോൾ ഖാല, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, എനിക്ക് ഇഷ്ടപ്പെട്ടത് റസൂൽ മുതൽ അവസാനം വരെയുള്ള രണ്ട് ആയത്ത് എനിക്ക് പതിവാക്കൽ ഓതൽ എനിക്ക് വളരെ ഇഷ്ടമാണ് എന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു. ഖാല അലിയ്യും റളിയല്ലാഹു അൻഹു, മഹാനായ അലി റളിയല്ലാഹു അൻഹു പറയുകയുണ്ടായി, ഒരാൾ ഈമാനോട് കൂടി മരിക്കണമെന്ന് ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ അവൻ എന്ത് ചെയ്യട്ടെ? അവൻ ആമന റസൂൽ പതിവാക്കിക്കൊള്ളട്ടെ. ഈമാൻ കിട്ടിയിട്ട് മരിക്കണം. അതാണ് ഏറ്റവും ഉന്നത കാര്യല്ലേ. അല്ലാഹുമ്മ അഹ്സിൻ ആഖിബതന, ഞങ്ങൾ അവസാനം നീ നന്നാക്കണേ, അല്ലാതെ ഈമാനോടി മരിക്കണേ എന്നാണ്. അവസാന സമയത്ത് ഇബ്ലീസ് വന്നിട്ട് എന്താ പല ധർമ്മം ചെയ്തിട്ട് ഈ ദീനിൽ നിന്ന് ഈമാൻ തെറ്റിപ്പോകും. അപ്പൊ അതിനെ തൊട്ട് സംരക്ഷിക്കാൻ വേണ്ടി ഈമാൻ കിട്ടി മരിക്കണം എന്നൊരാൾ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ അവൻ ആമന റസൂൽ പതിവാക്കിക്കൊള്ളട്ടെ എന്ന് മഹാനായ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു. പിന്നെ നിങ്ങളുടെ ശ്രേഷ്ഠതാണ് അത് ശത്രുക്കളിൽ നിന്ന് കാവൽ തേടുന്നതായ ആയത്തുകളാണ്. നമുക്ക് ഓരോ മനുഷ്യന്മാർക്കും ശത്രുക്കൾ ഉണ്ടാവും. എന്താ പറയേ? അൽ ജിന്നു വൽ ഇൻസ്, മനുഷ്യവർഗത്തിൽ നിന്നും ജിന്നുകളിൽ നിന്നും. അതുപോലെ തന്നെ അവരൊക്കെ അങ്ങനത്തെ ഒരുപാട് ശത്രുക്കൾ ഉണ്ടാവും. എല്ലാ ശത്രുക്കളെ തൊട്ടും പ്രതിരോധിക്കാൻ വേണ്ടി വളരെ ഇമ്പോർട്ടന്റ് ആയ രണ്ടായത്താണ് ആമന റസൂൽ. ഈ ആമന റസൂൽ പതിവാക്കുക. പിന്നെ കണ്ണേറ്, സിഹ്റ്, കരുണാക്ക് ഇതൊക്കെ തടയാവുന്ന ചില ആളുകളെ നാവുകൊണ്ട് പറഞ്ഞാൽ അപ്പൊ തന്നെ പറ്റിപ്പോകും. ചില ആളുകൾക്ക് എന്താണ്? കണ്ണേറുണ്ടാവും, സിഹ്റുണ്ടാവും, പല ഉപദ്രവങ്ങളും തട്ടും. ഇതിനൊക്കെ തടയാൻ, പ്രതിരോധിക്കാൻ, തടയിടാൻ നമ്മളെല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും അതുപോലെ തന്നെ രാത്രി കിടക്കുമ്പോൾ ഇത് ചെല്ലാത്ത ആമന റസൂൽ ഓതാത്ത ഒരൊറ്റ ദിവസവും ഉണ്ടാകരുത്. അതുകൊണ്ട് എല്ലാ ദിവസവും
ആമന റസൂൽ എന്നുള്ള ആ അധ്യായം, അവസാനത്തെ അധ്യായം എല്ലാവരും കാണാൻ പഠിച്ചത്, നിങ്ങൾ കാണാതെ ഓതുക. അല്ലാത്തവര് ഖുർആൻ നോക്കിയിട്ട് ഓതുക. മനസ്സമാധാനം കിട്ടുവാൻ വേണ്ടി, ശാന്തി സമാധാനം കിട്ടാൻ വേണ്ടി ഇത് പതിവാക്കുക. നല്ലൊരു മനസ്സിന് എപ്പോഴും മനുഷ്യന്മാർക്ക് എന്തുണ്ടായാലും ടെൻഷനാണ്, വികാരങ്ങളും. എന്നിട്ട് പ്രഷർ കൂടുമ്പോൾ കൊളസ്ട്രോൾ കൂടുകയും ചെയ്യും. അതിനൊക്കെ ഒരു പ്രതിവിധി എന്നുള്ള നിലക്ക് അതെന്താണ് ആമന റസൂൽ പതിവാകുക. പിന്നെ ആമന റസൂൽ എന്നാൽ ശിഫാഉൻ, അത് യശ്ഫിയാനി, അത് രണ്ടും ശിഫ നൽകുന്നതാണ്. നമുക്ക് മാനസികമായി ടെൻഷൻ ഉണ്ടായാൽ നമ്മൾ തന്നെ മന്ത്രിച്ചു ഓതുക. നമ്മളെ കുട്ടികൾക്ക് എന്തെങ്കിലും അല്ലെങ്കിൽ ഭാര്യക്ക് എന്തെങ്കിലുമൊക്കെ വിഷമവും പ്രയാസമൊക്കെ ഉണ്ടായാൽ നമ്മൾ തന്നെ റഹീം ഫാത്തിഹ ഓതുക, ആയത്തുൽ കുർസി ഓതുക, ആമൻ റസൂൽ ഓതിയിട്ട് നമ്മൾ തന്നെ ഉഷാറായിട്ട് മന്ത്രിച്ചു കൊടുത്താൽ അത് ആയത്തായി ഇത് രണ്ടും ശിഫ നൽകുന്ന ആയത്തുകളുമാണ്. ഇങ്ങനെ ഈ ഒരുപാട് മഹത്വം ഞാൻ പറഞ്ഞ 30 നിരവധി കാര്യങ്ങൾ പറഞ്ഞു. ബാക്കി ഇൻഷാ അല്ലാഹ് നാളെ പറയാം. അല്ലാഹു ഈ അധ്യായത്തിലെ ഈ പറയപ്പെട്ട 2 ആയത്തുകൾ പതിവാക്കാനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. ആമന റസൂൽ ബിമാ ഉൻസില ഇലൈഹി മിൻ റബ്ബിഹി വൽ മുഅ്മിനൂൻ. എല്ലാവരും ഓതിയൊക്കെ നമ്മുടെ കൂടെ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ആമന റസൂൽ ബിമാ ഉൻസില ഇലൈഹി മിൻ റബ്ബിഹി വൽ മുഅ്മിനൂൻ കുല്ലുൻ ആമന ബില്ലാഹി വ മലായികതിഹി വ കുതുബിഹി വ റസുലിഹി ലാ നുഫർരിഖു ബൈന അഹദിൻ മിർ റസുലിഹി വഖാലൂ സമിഅനാ വ അതഅനാ غفرانك ربنا وإليك المصير لا يكلف الله نفسا إلا وسعها لها ما كسبت وعليها ما اكتسبت ربنا لا تؤاخذنا إن نسينا أو أخطأنا ربنا ولا تحمل علينا إصرا كما حملته على الذين من قبلنا ربنا ولا تحملنا ما لا طاقة لنا به واعف عنا واغفر لنا وارحمنا أنت مولانا وانصرنا على القوم الكافرين آمين برحمتك يا رب العالمين صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد